എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾ എത്ര പേര് കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കീബോർഡിസ്റ്റിനെ കാണാതായി എന്ന് പറഞ്ഞുകൂടാ. പെന്തക്കോസ്തുകാരനായ ഒരു കീബോർഡിസ്റ്റിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി വന്നിരുന്നു. ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ കൂടെ കൊണ്ട് കൊടുത്തു. അതിനുശേഷം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അതിനകത്ത് പരാതിയുമായിട്ട് മുൻപോട്ട് പോയി. എന്ന് വെച്ചാൽ അവരോട് ചേർന്ന് തന്നെ പരാതിയുമായിട്ട് മുൻപോട്ട് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ, എങ്ങോട്ടാണ് പോയത്, അമ്മയും സഹോദരിയും ഒക്കെ കരഞ്ഞ് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ മകനെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ഒരു സമയത്ത് നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു അല്ലേ, എന്താണ് സംഭവിച്ചതെന്ന് വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. മുംബൈയിൽ നിന്നും അദ്ദേഹത്തെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇത് പോലീസ് കേസ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആർക്കും ഒരു റീസൺ അറിയത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പരിപാടികൾക്കൊക്കെ പോകുന്ന രണ്ട് സുഹൃത്തുക്കൾ കുറച്ച് കഥകൾ ഒരു മീഡിയയുടെ മുൻപിൽ വന്നിരുന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയും ഒക്കെ ആയിട്ട് ഒന്നിച്ചായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 6 മാസമായിട്ട് ഇദ്ദേഹം ആ ഭാര്യയുള്ള ആ വീട്ടിലോട്ട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വിള്ളൽ അവരുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അതിനുശേഷം 6 മാസം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി പേരൻസിനെയൊക്കെ കാണും. അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ന്യൂസ് ഇവർ പറയുവാനായിട്ടിടയായി. അങ്ങനെ 6 മാസത്തിന് ശേഷമാണ് ഇദ്ദേഹം അന്ന് ഭാര്യ വീട്ടിലോട്ട് പോകുവാനായിട്ട്. ഭാര്യയുടെ വീടാണോ അത് ക്ലിയർ അല്ല. ഭാര്യയുടെ വീടാണോ അതെയോ ഇദ്ദേഹം വെച്ച വീട്ടിൽ ഭാര്യയും അമ്മയും വന്ന് താമസിക്കുന്നതാണോ എന്ന് ക്ലിയർ അല്ല. അതിൻ്റെ ഉത്തരം ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വീട്ടിലോട്ട് ഇദ്ദേഹം തിരിച്ചു പോകുവാനായിട്ടും ഭാര്യനെ ഫോൺ ചെയ്തു എന്നൊക്കെയാണ് ഭാര്യ പറഞ്ഞത്. എന്താ പറയുക, പകുതി വഴിക്കുന്ന വിളിച്ചു, മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോവുകയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഭാര്യയുടെ സൈഡിൽ നിന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ കൂട്ടുകാർ പറഞ്ഞത് ഈ ഭാര്യയുമായിട്ട് നിരന്തരം വിഷയങ്ങളാണ്. അപ്പോൾ അത് എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോൾ പണത്തിൻ്റെ പേരിലുള്ള വിഷയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ ഇദ്ദേഹം എന്താ പറയുക, പരിപാടി നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജിലോട്ടും വന്നിട്ട് ഭാര്യ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും ഭാര്യയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബന്ധു ഇദ്ദേഹത്തെ അടിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു. അന്നേരം ഈ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് ഇതുവരെ പിടിച്ചു മാറ്റിയത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ പൈസയുടെ വിഷയമാണെന്ന്. പൈസയുടെ വിഷയം എന്ന് വെച്ചാൽ ഇദ്ദേഹം അങ്ങോട്ട് കൊടുക്കുന്ന പൈസ കുറഞ്ഞു പോയി, അങ്ങനെയുള്ള എന്തോ സംതിങ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊക്കെയാണെന്ന് ഭാര്യ പറഞ്ഞു എന്നാണ് കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടോട്ടലി ഇവരുടെ കുടുംബജീവിതത്തിൽ വിഷയങ്ങൾ കുറേ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ 6 മാസം ആ വീട്ടിലോട്ട് പോകാതെ അയാൾ ഇങ്ങനെ ഒരു ദേശാടനക്കിളിയെ പോലെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം അവിടെ നിന്നും അനുഭവിക്കുന്ന ടോർച്ചറിങ് എത്രയായിരുന്നു എന്ന് ആ മനുഷ്യന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, ഇത് ഒരാളുടെ സൈഡ് മാത്രമാണ്. ഇനി ഭാര്യയുടെ സൈഡ് കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചു കിട്ടിയതിൽ നമ്മൾക്ക് സന്തോഷിക്കും. ഇല്ല എങ്കിൽ പെന്തക്കോസ്തിൽ അടുത്തൊരു ന്യൂസും കൂടെ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പെന്തക്കോസ്തുകാരനെ കാണാതായി എന്നൊക്കെയുള്ളൊരു ന്യൂസൊക്കെ നമ്മൾക്ക് കേൾക്കുവാനിടയാകുമായിരുന്നല്ലോ. ഓക്കെ, കാണാതായി എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടു. അതിൽ കൂടുതൽ ബ്രസ്റ്റായിട്ടുള്ള ന്യൂസുകൾ കേൾക്കാതെ എന്തായാലും ദൈവം അദ്ദേഹത്തെ സൂക്ഷിച്ചു എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. എൻ്റെ പോയിൻ്റ് അതൊന്നുമല്ല. എൻ്റെ പോയിൻ്റ് എന്താണെന്നറിയുമ്പോൾ ഇത്രയും ഒരു ബ്രസ്റ്റ് റിലേഷനുമായിട്ട് ഇദ്ദേഹം എന്തിനാണ് മുൻപോട്ട് പോയത് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓർക്കുക, നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ടാകും അല്ലേ. അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നമ്മൾ കഴിയുന്നത്രയും ശ്രമിക്കണം. പ്രാർത്ഥിച്ച് ജയമെടുക്കുവാനായിട്ട് ശ്രമിക്കണം. ഇത് രണ്ടും നമ്മൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ബന്ധത്തിൽ നിന്നും മാന്യമായിട്ട് അതിനകത്തുനിന്നും ഊരിപ്പോകുവാനുള്ള നമ്മളുടെ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള, നമ്മുടെ നിയമപരമായ മാർഗ്ഗങ്ങളെ നമ്മൾ തേടേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അവിടെയും ഇവിടെയും പോയിട്ടും ഒരു 2 പേർക്കും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ജീവിതവുമായിട്ട് എന്തിനാണ് മുൻപോട്ട് പോകുന്നത് അല്ലേ. അങ്ങനെ മുൻപോട്ട് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അതിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഭാര്യയുടെ ബന്ധുവും ഭാര്യയൊക്കെ വന്ന് ഇദ്ദേഹത്തെ അടിച്ചു. രണ്ടാമത് ആ വീട്ടിൽ നിന്ന്, ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള ടോർച്ചറിങ്. ഇതൊക്കെ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനാണ്. ഒന്ന്, എന്താണ്, ഇദ്ദേഹത്തെ കുരുക്കിയിട്ടിരിക്കുന്ന കുരുക്കഴിക്കുവാൻ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല? രണ്ടാമത്, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രതികരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല? ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കുക, ഇന്ന് എന്താണ് നമ്മൾക്കറിയാം, ക്രിസ്ത്യൻ കോളത്തിലോട്ട്, പെന്തക്കോസ്തിൽ മാത്രമല്ല ക്രിസ്ത്യൻ കോളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാപമാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തു ചാടി എടുക്കേണ്ടതല്ല.
പരസ്ത്രീ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡിവോഴ്സ് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കുടുംബജീവിതത്തിൻ്റെ ഒരു ഭദ്രത അല്ലേ, കുടുംബജീവിതത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ ദൈവം അവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്തത്. എന്നാൽ അഡ്ജസ്റ്റ് ആകാത്ത ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഓർക്കുക, നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ജയമെടുക്കുവാൻ ശ്രമിക്കണം. പ്രാർത്ഥനയിൽ ജയമെടുക്കുവാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതുപോലെ അഡ്ജസ്റ്റ് ആകാത്ത സമാധാനപരമല്ലാത്തൊരു ബന്ധം എന്തിനാണ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞതും നമ്മളുടെ എന്താ പറയുക അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിയമം അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങൾ വിവാഹം മോചിതരാണ് എങ്കിൽ അവർക്ക് വലിയ കുറ്റവാളികളായിട്ട് അല്ലെങ്കിൽ കൊടുംപാവികളായിട്ടാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം അവരെ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പലരും അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത ബന്ധങ്ങളിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ വിഷയം പ്രതികരിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭാര്യയുടെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ടോർച്ചർ ഇങ്ങനെ പ്രതികരിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത്? നമ്മൾ ഓർക്കുക, ഇന്ന് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് ഇന്ന് പെന്തക്കോസ്തുകാർ വളർന്നു വരുന്നത്. പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ വളർന്നു വരുവാനുള്ള കാരണം അടിയിടിയും തൊഴിയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് പക്ക ക്രിമിനലുകൾ. ഞാൻ പറഞ്ഞതൊരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ആത്മീയനിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ലൈറ്റൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എന്താ പറയുക വീഡിയോ ക്ലിയർ ആകുന്നുണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രതികരണശേഷി ഇന്നത്തെ സമൂഹത്തെ നമ്മൾ വളർത്തുന്നത് അങ്ങനെ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ നമ്മളുടെ തലമുറകളെ വളർത്തിക്കൊണ്ട് വരുന്നത് അങ്ങനെയാണ്. പ്രതികരണശേഷി ഇല്ലാത്തവരായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത്. ഒന്നാമത്തത് എന്താണ്? നമ്മൾ എന്താ പറയുക നേതൃത്വ നിരയിൽ ഇരിക്കുന്നവർ തെറ്റ് കാണിച്ചാൽ നമ്മൾ പ്രതികരിക്കരുത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ശാപം വരും, അത് വരും, ഇത് വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭയത്തിലാണ് ഇന്ന് നമ്മുടെ ജനറേഷൻസിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ദൈവത്തിൻ്റെ ഒരു വചനത്തിൽ കിടപ്പുണ്ട്. എന്താണ് കിടന്നിരിക്കുന്നത്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നുള്ളൊരു വചനം കിടപ്പുണ്ട്. ഈ വചനം എടുത്തിട്ടാണ് എല്ലാവരും ഇന്ന് അലക്കുന്നത്. ആ വചനം ആക്ച്വലി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്താണ്? ദൈവത്തോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ദൈവത്തിനെ നമ്മൾ നിയമം പഠിപ്പിക്കാൻ പോകണ്ട എന്നുള്ളത് തന്നെയാണ് അവിടെ ആ വചനത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ. അവിടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, മിണ്ടാതിരിക്കുക, എന്നോട് വാദിക്കാൻ വരണ്ട, ഞാൻ ദൈവമാണ് ഓർക്കുക. എന്ന് വെച്ചാൽ എന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാം അറിയാം, ഞാൻ ദൈവമാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ളതാണ് വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ആ വചനത്തെ പലരും സൗകര്യാർത്ഥം അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. ആരും പ്രതികരിക്കരുത്, ദൈവമെല്ലാം കാണുന്നുണ്ട്, അതുകൊണ്ടൊന്നും പ്രതികരിക്കേണ്ട എന്ന സത്യമാണ്. ദൈവമെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ പ്രതികരിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ബുദ്ധിയോടെ ഉപയോഗിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇത് രണ്ടുമില്ലാതെയാണ് തലമുറകളെയും ഓരോ വിശ്വാസികളെയും വളർത്തിക്കൊണ്ടുവരുന്നത്. എന്താണ്? പ്രതികരിക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിന്ന് സമൂഹത്തെ, നമ്മളുടെ ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചെറിയ വിഷയങ്ങളിൽ പോലും എന്താണ് ഇന്ന് അഡ്ജസ്റ്റ് ആകുവാൻ അല്ലെങ്കിൽ ഇന്ന് പ്രതികരിക്കുവാൻ ഇന്നത്തെ ഒരു തലമുറകൾക്കോ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിനോ കഴിയാതെ പോകുന്നതും. അതുകൊണ്ട് വന്നു ചേരുന്ന ഭവിഷ്യത്തുകൾ എത്രയാണെന്നുള്ളത് നമ്മളിന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് അഭിഷിക്തന്മാരെന്ന് പറയുന്നവർ എന്ന് വെച്ചാൽ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കാട്ടിക്കൂട്ടുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. അത് എന്തുകൊണ്ടാണ് അത് ഇത്രത്തോളം വളരുവാനായിട്ടിടയായത്? ഇവരാദ്യം തുടങ്ങിയപ്പോഴേ ആരും പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആൾക്കാർ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. ആദ്യം തന്നെ ആൾക്കാർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് ഇത്രത്തോളം ഈ ക്രിമിനലുകൾ വളരുവാനായിട്ട് കാരണമായി തീർന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തത് എന്താണ്? വല്ലാത്ത ഭയം നമ്മുടെ വിശ്വാസികളുടെ മേലും തലമുറകളുടെ മേലും വരുത്തി വെച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അവരും ഇന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ വളർത്തുന്നത് അയ്യോ പറയരുത്, മിണ്ടരുത്, തുടരുത്, പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അത്യാവശ്യം റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഈ അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് കൊടുത്ത അവരിലെ വ്യക്തിത്വത്തെ തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അത് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തെ എടുത്തിട്ട്. ഇതിനെ കുറേ പേര് ചോദിക്കും, എന്തിനാണ് നമ്മുടെ പെന്തക്കോസ്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പറയുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോകളുടെ അടിയിലൊക്കെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓർക്കുക, നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. പെന്തക്കോസ്തുകാരെല്ലാവരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ അതിവിശുദ്ധരാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? കറാവാട്ടം ചുളുക്കമില്ലാത്ത മണവാട്ടി സഭയെ ചേർത്തുവാനാണ് ദൈവം വന്നിരിക്കുന്നത്. ഓർക്കുക, നിഷ്കളങ്കർക്കും എന്താ പറയുക എതിരെ നമ്മൾ സംസാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറ്റം ചെയ്യാത്തവർക്കെതിരെ നമ്മൾ
കുറ്റം പറഞ്ഞാൽ മാത്രമേ അത് കുറ്റമാകുന്നുള്ളൂ. കുറ്റം ചെയ്തവൻ്റെ കുറ്റം വിളിച്ച് പറഞ്ഞാൽ അത് ഒരിക്കലും ദോഷമല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുവാൻ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുക, വിശ്വാസികളെ പഠിപ്പിക്കുക. വചനത്തിനില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്തും ചുമ്മാ നമ്മൾ ഊമകളായിട്ട് മാറാതെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കുക. കാരണം ഇനിയും നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം അങ്ങോട്ട് മുൻപോട്ട് പോകും എന്നുള്ളൊരു കാര്യവും കൂടെ നമ്മളൊന്ന് തീരുമാനിക്കേണ്ടതാണ്, നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇനിയും ഇതുപോലെയുള്ള ബാഡ് ന്യൂസുകൾ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തോട്ട് വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.